ചാർലി ചാപ്ലിന്റെ വളരെ പ്രശസ്തമായ ഒരു സിനിമയുടെ ശതാബ്ദി വർഷമാണ് 2025. ഏത് സിനിമയുടെ പറയാം? അല്ല, ഞാൻ പറയാം ദ ഗോൾഡൻ ഷോർ, ദ ഗോൾഡൻ റഷ്. നിങ്ങൾ ചാപ്ലിന്റെ സിനിമയുടെ പേരുകൾ പോലും അല്ല പറഞ്ഞ. എന്താ ഉത്തരം? ഗോൾഡൻ റഷ്. ഒന്നുകൂടെ പറഞ്ഞു. ദി ഗോൾഡൻ റഷ്. ദ ഗോൾഡൻ റഷ് ആണ് ശരിയായ ഉത്തരം. പിന്നീട് അതിനുശേഷമുള്ള സിനിമകളിലൊക്കെ അദ്ദേഹം ചാർലി ചാപ്ലിനെ നമ്മൾ കാണുന്നത് ഏറെക്കുറെ ഒരേ രൂപത്തിലാണ്. ചെറിയ ഒരു കുട്ടി മീശ, മുടി മീശയും കറുത്ത കോട്ടും തൊപ്പിയും ഒരു കയ്യിൽ ഒരു സ്റ്റിക്കും ഒക്കെ ആയിട്ട് ആ വേഷത്തിന്, ആ കഥാപാത്രത്തിന് ഒരു പേരുണ്ട്. ട്രാമ്പ്. ട്രംപ് അല്ല, ട്രാമ്പ് എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. ശരിയായ ഉത്തരവാണ്, അങ്ങനെ തന്നെയാണ് പേര്. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരത്തിന്റെ പേര് പറയാം? MS സുബ്ബലക്ഷ്മി പുരസ്കാരം. അതെ, സംഗീത രംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡിന്റെ പേര് MS സുബ്ബലക്ഷ്മി പുരസ്കാരം എന്നാണ്. ഇത്തവണത്തെ അവാർഡ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. ആർക്ക്? യേശുദാസ്. മലയാളിയുടെ പ്രിയപ്പെട്ട യേശുദാസിന്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീത പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം. നിഷാൻ, ലഡാക്കിൽ വൻ പ്രക്ഷോഭം. ലഡാക്ക് എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി, എന്നാൽ അവർക്ക് ആ ജനതയ്ക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ പ്രതിഷേധമാണ്. ആ സമര നായകനെ രാജ്യദ്രോഹ പട്ടമൊക്കെ കൊടുത്ത് പിടിച്ച് അറസ്റ്റ് ചെയ്തു. ആരാണ് ലഡാക്കിലെ പ്രതിഷേധ സമരങ്ങളുടെ നായകനായി നിൽക്കുന്നത്? ഓർത്തു വെക്കേണ്ട പേരാണ് സോനം വാങ്ചുക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ചോദ്യം. പാകിസ്ഥാനുമായിട്ടുള്ള വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലേക്കുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് പഞ്ചാബികൾ പ്രത്യേകിച്ചും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കുള്ള ഈ പിൽഗ്രിം യാത്ര, തീർത്ഥാടന യാത്ര തൽക്കാലം നടന്നു വെച്ചിരിക്കുകയാണ്. സ്ഥലത്തിന്റെ പേര് നൻകാന സാഹിബ്. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? നാനാ സാഹിബിന്റെയോ? ഗുരുനാനാക്ക്, സിഖ് മത സ്ഥാപകനായ ഗുരുനാനാക്കിന്റെ ജന്മസ്ഥലമാണ്, അവിടുത്തെ പുണ്യസ്ഥലമാണ് നൻകാന സാഹിബ്. അത് പാകിസ്ഥാനിലാണ്. അങ്ങോട്ടേക്ക് തീർത്ഥാടനം പോകുന്നതാണ്. എന്നാൽ പുതിയ പശ്ചാത്തലത്തിൽ, പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അതിന് അനുവാദമില്ല. ഇപ്പൊ നൻകാന സാഹിബ് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അതായത് ഒരു ഇടനാഴിയുണ്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള. ആ ഇടനാഴി തുറന്നാൽ മാത്രമാണ് നൻകാന സാഹിബിലേക്ക് പോകാൻ പറ്റുക. ആ ഇടനാഴി ഇപ്പൊ അടച്ചിരിക്കുകയാണ്. ഏതാണ് ആ ഇടനാഴി എന്ന് പറയാം? കർത്താർപൂർ. യെസ്, കർത്താർപൂർ ഇടനാഴി. ഏതാ? കർത്താർപൂർ. ഒന്നുകൂടി ഓർത്ത് വെക്കുക, കർത്താർപൂർ.